ഓണം റിലീസുകളിൽ നിന്ന് അയാം ഗെയിമിന്റെ പിന്മാറ്റത്തോടെ ബെത്ലഹേം കുടുംബ യൂണിറ്റിന് വലിയ സാധ്യതയാണ് തുറന്നിരിക്കുന്നത്. കൂടുതൽ സ്ക്രീനുകൾ ലഭിക്കുന്നതടക്കം പല പോസിറ്റീവും ചിത്രത്തിന് ഇതോടെ ലഭിച്ചു. അനൗൺസ്മെന്റ് മുതൽ ഫീൽ ഗുഡ് ഫാമിലി എന്ന ചിത്രമെന്ന പ്രതീതി നൽകിയ ബെത്ലഹേം കുടുംബ യൂണിറ്റിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം അണിയറപ്പുറത്ത് പുറത്തുവിട്ടിരുന്നു. അങ്കമാലിയിലെ ഒരു ചെറിയ റെസിഡൻഷ്യൽ ഏരിയയിൽ നടക്കുന്ന സംഭവങ്ങളാണ് ചിത്രത്തിന്റെ കഥ. കാറ്ററിംഗ് കമ്പനിയും അല്ലറ ചില്ലറ ചുറ്റിക്കറങ്ങളുമൊക്കെ നടക്കുന്ന ജസ്റ്റിൻ എന്ന കഥാപാത്രമായിട്ടാണ് നിവിൻ പോളി വേഷമിടുന്നത്. കോമഡിയും ഇമോഷനുമെല്ലാം ചേർന്ന ചിത്രം നിവിൻ്റെ സേഫ് സോണിലാണ് ഒരുങ്ങുന്നതും. പ്രേമലിനു ശേഷം ഗിരീഷ് ഷെഡി, ഫാമ്പന സ്റ്റുഡിയോസ് ഒന്നിക്കുന്ന എന്ന പ്രത്യേകതയും ബെത്ലഹേം കുടുംബ യൂണിറ്റുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരി പലരും ചർച്ച ചെയ്യുന്നത് മറ്റൊരു കാര്യമാണ്. തണ്ണീർമത്തൻ ദിനങ്ങൾ മുതൽ തൻ്റെ എല്ലാ സിനിമകളിലും അവിഭാജ്യ ഘടകമായി മാറിയ നസ്രിൻ ഈ ചിത്രത്തിലില്ല. തണ്ണീർമത്തൻ ദിനങ്ങളിൽ മെൽബിൻ, സൂപ്പർ ശരണിയിലെ സംഗീത്, പ്രേമലുവിലെ സച്ചിൻ, അയാം കാതലിലെ വിഷ്ണു എന്നീ കഥാപാത്രങ്ങളായി വേഷമിട്ട നസ്ലിനായിരുന്നു. ഗിരീഷയുടെ സിനിമകളിൽ അവിഭാജ്യ ഘടകങ്ങളായ നസ്ലിൻ്റെ ഈ സിനിമയിൽ ഉണ്ടാകുമോ എന്നാണ് പലരും ഉറ്റുനോക്കുന്നത്. ക്യാമിയോ റോളിൽ നസ്ലിൻ ഉണ്ടെങ്കിൽ അതൊരു പ്ലസ് പോയിന്റ് ആകുമെന്നും ചിത്രത്തിന് ഗുണം ചെയ്യുമെന്നും എല്ലാവരും അഭിപ്രായപ്പെടുന്നു. നസ്ലിനല്ലാത്ത ഗിരീഷയുടെ ആദ്യ സിനിമ എങ്ങനെയായിരിക്കുമെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് ചിലരെന്നും പോസ്റ്റിൽ പങ്കുവച്ചു പറയുന്നു. മമിത ബൈജുവാണ് ചിത്രത്തിലെ നായിക.